മാസ്റ്റേഴ്സ് പഠിക്കുന്നവർക്ക് ഹൗസ് ബിൽഡിങ്ങിലോട്ട് മാറാൻ പറ്റുമോ? സർവീസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. നിങ്ങൾക്ക് ലാംഗ്വേജ് ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഒരു എംപ്ലോയറെ കണ്ടെത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാസ്റ്റേഴ്സ് കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് ഹൗസ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മാസ്റ്റേഴ്സിനെക്കാട്ടി നല്ല പാടാണ് ഹൗസ് ബിൽഡിംഗ് പഠിക്കാനായിട്ട്. മാസ്റ്റേഴ്സ് നിങ്ങൾ ഇംഗ്ലീഷ് ടോട്ടിൽ എടുത്ത സാധനം ജർമ്മനിലാണ് എടുക്കേണ്ടത്. ഹൗസ് ബിൽഡിങ്ങിൻ്റെ പാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറവാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു ഹ്യൂജ് ആയിട്ട് ഹൗസ് ബിൽഡിംഗ് പഠിക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അതിൽ ഒരുപാട് പേര് തന്നെ കോഴ്സ് നിർത്തുകയും ടെർമിനേഷൻ കിട്ടുകയും കുണ്ടിയാൻ കൊടുക്കുകയും ചെയ്തിട്ട് ഫ്ലേഗ് ഹിൽ ഫോർ ഹൗസ് ബിൽഡിങ്ങിലോട്ട് മാറുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു 1 ഇയർ കോഴ്സാണ്, കെയർ അസിസ്റ്റന്റ് എന്ന് പറയും. സോ നിങ്ങൾ മാസ്റ്റേഴ്സ് എടുക്കാൻ വന്നവരാണ് മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ മാസ്റ്റേഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് ഒരു ജോലി കിട്ടുമെന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു എളുപ്പമാർഗ്ഗത്തിന് വേണ്ടി ഹൗസ് ബിൽഡിംഗ് മാറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ലോങ് ടേമിലോട്ട് ഒരു ഡിപ്രഷനിലോട്ട് പോകാൻ തന്നെ വലിയ ചാൻസസ് ഉണ്ട്. ഹൗസ് ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ ജീവിതം രക്ഷപ്പെട്ടു അങ്ങനെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് പാടില്ല. ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. മെന്റലി വളരെ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മരണങ്ങൾ കാണേണ്ടി വരും. അതുപോലെ തന്നെ ഒരാളെ കുളിപ്പിക്കുക, നനപ്പിക്കുക, ഭയങ്കര എമ്പത്തറ്റിക് ആയിരിക്കണം, ഡയപ്പർ ചേഞ്ച് ചെയ്യുക. സോ ഇതെല്ലാം നമ്മൾ ഒരു മാസ്റ്റേഴ്സ് എടുക്കാൻ വന്നൊരു സ്റ്റുഡൻറ്റ് അത് കളഞ്ഞിട്ട് ഇത് എടുക്കുക എന്ന് പറയുമ്പോഴേക്കും അയാൾക്ക് ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു മാസ്റ്റേഴ്സിന് കിട്ടുന്ന ഒരു കുറേ കംഫർട്ട് സോൺ ഉണ്ടല്ലോ, 1 to Friday ജോബ്, 9 to 5 ജോബ്, എല്ലാ ലീവ്, അതുപോലെ തന്നെ ഒരു സാലറി ഹൈക്ക്, നല്ല ബ്ലൂ കാർഡ് സാലറി, ഇതൊന്നും ഇതിന് പ്രതീക്ഷിക്കരുത്. സോ മാക്സിമം നിങ്ങൾ മാസ്റ്റേഴ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനായിട്ട് ഹൗസ് ബിൽഡിംഗ് നോക്കുക.